ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൻ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കബ്സ റൈസാണ്. കിറ്റ് വാങ്ങിയിട്ട് കബ്സ റൈസും മയോണീസും കബ്സ ചട്നിയും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കോഴി ഫുള്ളായിട്ടുണ്ട്. വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ സ്റ്റോക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം, 1.5 ടീസ്പൂൺ ഗരം മസാല, രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഉപ്പ് ഇട്ട് കൊടുക്കണില്ല ഞാൻ, കാരണം ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കണില്ല. നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനായി നമുക്കൊരു പാനിൽ വെച്ച് കൊടുക്കാം. മല്ലിത്തല ഇട്ട് കൊടുക്കാം. കുറച്ചൊരു കവറാവുന്നത് പോലെ ഇട്ട് കൊടുക്കാം. ഓയിൽ ഒഴിച്ചെടുക്കാം. അതാ കിറ്റിലുണ്ടായിരുന്നു കേട്ടോ ഓയിൽ. നമുക്കിത് മൂടി വെക്കാം. ഇതിൽ ഞാനൊരു ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. നമുക്കിതായിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. ആവി വരുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടില്ല. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ടുണ്ട്, മൂടി വെക്കാം. തുറന്ന് നോക്കി നോക്കാം ചിക്കൻ ആയിട്ടുണ്ടോയെന്ന്. ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ആയിട്ടുണ്ട്, നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഈ ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 3 വെല്ലുള്ളി, ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 3 തക്കാളി, രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ക്യാരറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി അടിച്ചത് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് 3 തക്കാളി അടിച്ചതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കബ്സ മസാല ഇട്ട് കൊടുക്കാം. അതും ആ കിറ്റിലുണ്ടായിരുന്നതാണ്. ആ പാക്കറ്റ് ഫുള്ളായി ഇട്ടിട്ട് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ പാക്കറ്റ്. ഇതിലേക്ക് 4 പച്ചമുളക്,
നമുക്ക് എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണക്കനാരങ്ങ, ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 1 കിലോ അരിയാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. അരിയും ആ മസാലയും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഞാനിതിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മിയാക്കിയിട്ട് വേണം, ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം 3 ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ചിക്കനിലും, പിന്നെ 1 മസാലയിലും, പിന്നെ ചോറ് വേവിക്കുമ്പോഴും. നമുക്കത് മൂടി വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ടോ നോക്കി നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 ചിക്കൻ സ്റ്റോക്ക് ഇട്ടുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. നമുക്കിത് മൂടി വെക്കാം. നമുക്ക് റൈസ് ആയിട്ടുണ്ടോ നോക്കി വെക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 3 എഗ് വൈറ്റ്, 1 നുള്ളു ഉപ്പ്, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ വിനീഗർ, മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി മിക്സിയിലിട്ട് അടിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ. ഇനി 1 മിനിറ്റോളം മിക്സിയിലിട്ട് അടിക്കാം. അങ്ങനെ നമ്മുടെ മയോണീസ് റെഡി ആയിട്ടുണ്ട്. കപ്സ ചട്നിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 2-3 തക്കാളി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിത്തള, പുതിന, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കപ്സ ചട്നി റെഡി ആയിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കപ്സ റൈസ് റെഡി ആയിട്ടുണ്ട്. കപ്സ ചട്നി മയോണീസും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കണ്ട. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.